നമസ്കാരം. ഗാസയിൽ സമാധാനം പുലരുന്നതിന് വേണ്ടി സമാധാന ഉടമ്പടി നിലവിൽ വന്നു എങ്കിലും ഇപ്പോൾ ഹമാസ് വീണ്ടും അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തങ്ങൾ തൽക്കാലം നിരായുധരാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാട് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹമാസിൻ്റെ മുതിർന്ന പോൾ ബ്യൂറോ അംഗമായ മുഹമ്മദ് നസാലാണ് ഇക്കാര്യം റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 3 മുതൽ 5 വർഷം വരെ വേണമെങ്കിൽ വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ്, എന്നാൽ ആയുധം താഴെ വയ്ക്കില്ല എന്നാണ് നസാൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നസാൽ പറയുന്നത്, ഞങ്ങൾക്ക് സമാധാനം പുലരണമെന്ന ആവശ്യമുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണത്തിന് സമയമാണെങ്കിൽ ഒരു 5 വർഷം വരെ കൊടുക്കാം, ആ സമയത്തൊക്കെ വെടിനിർത്തൽ നിലനിൽക്കുന്നോട്ടെ, പക്ഷേ ഞങ്ങളൊരു കാരണവശാലും ആയുധം താഴെ വയ്ക്കില്ല എന്നാണ്. ഇത് ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ തെളിവ് തന്നെയാണ്. ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കൾ ഇപ്പോഴും ഖത്തറിലും തുർക്കിയിലുമൊക്കെ തന്നെയാണ് കഴിയുന്നത്. അങ്ങനെ ഖത്തറിൽ വെച്ച് നൽകിയ അഭിമുഖത്തിലാണ് ഈ നസാൽ ഈ ഒരു അഭിപ്രായ പ്രകടനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഈ നസാൽ പ്രകടിപ്പിച്ച അഭിപ്രായം സംഘടനയുടെ തന്നെ അഭിപ്രായമാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ്. കാരണം ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അക്കാര്യത്തിൽ പാലിക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യേണ്ടത് 2 കൂട്ടരുടെയും ജോലിയാണ്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിയിട്ടില്ല. എന്നാൽ ഹമാസ് പറഞ്ഞ വാക്കുമുഴുവൻ തെറ്റിച്ചിരിക്കുകയാണ്. അവർ ഇപ്പോൾ ഗാസയിൽ നിരന്തരമായ കൂട്ടക്കൊലകൾ നടത്തുകയാണ്. തങ്ങളെ ഒറ്റുകൊടുത്തു വന്ന് സംശയം തോന്നുന്ന ആളുകളൊക്കെ തന്നെ റോഡിൽ നിരത്തി പരസ്യമായി വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങൾ പോലും നേരത്തെ പുറത്തു വന്നിരുന്നു. അതുപോലെ ഈ 20 കരാറിലെ പല നിർദ്ദേശങ്ങളും അവർ ഇപ്പോൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുഴുവൻ ബന്ദികളെയും വിട്ടു നൽകാം എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു. ഇതിൽ ജീവിച്ചിട്ടുള്ള 20 ബന്ദികളെയും അവർ കൈമാറിയിരുന്നു. എന്നാൽ 28ഓളം മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. ഇതിൽ 9 മൃതദേഹങ്ങൾ മാത്രമാണ് ഇവർ ഇതിനോടകം വിട്ടുകൊടുത്തത്. നേരത്തെ വിട്ടുകൊടുത്തതിൽ ഒരു മൃതദേഹം ബന്ദിയുടേതായിരുന്നില്ല എന്നും പിന്നീട് തെളിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിലൊക്കെ തന്നെ ഹമാസ് ഒളിച്ചുകളി നടത്തുകയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റ് മൃതദേഹങ്ങൾ തങ്ങളുടെ കൈവശം ഇല്ല എന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നതാകട്ടെ 6ഓളം മൃതദേഹങ്ങൾ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശമുണ്ട് എന്നാണ്. ഒരുപക്ഷെ അതിലും ഈ എണ്ണം കൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അവർ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അത് ഒളിപ്പിച്ചത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഇക്കാര്യം കണ്ടുപിടിക്കാനും ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുമായി ഇസ്രായേൽ ഇപ്പോൾ ഒരു പ്രത്യേക ദൗത്യ സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അവർ ഈ മൃതദേഹങ്ങൾ എത്രയും വേഗം തന്നെ കണ്ടെത്തുമെന്നാണ് കരുതപ്പെടുന്നത്. കുറേ മൃതദേഹങ്ങൾ ഒരുപക്ഷെ ഈ ഇസ്രായേൽ ബോംബാക്രമണത്തിലും മറ്റും തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ പെട്ട് നശിച്ചു പോയിരിക്കാം. പക്ഷേ കുറേ മൃതദേഹങ്ങൾ ഇപ്പോഴും ഹമാസ് സൂക്ഷിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും ഇവരുടെ നിലപാടിനോട് ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഗാസയിൽ എത്രയും വേഗം സമാധാനം പുലരണമെന്നും സമാധാന കരാർ നിലനിൽക്കണമെന്നും പുതിയൊരു ഗാസ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അമേരിക്ക നിർദ്ദേശിച്ച ഗാസ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റിയുടെ തലപ്പത്തേക്ക് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ വരുന്നതിനെ എല്ലാവരും അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ഹമാസ് ഇത് അംഗീകരിക്കുന്നില്ല. ഹമാസ് നേതാക്കൾ പറയുന്നത് ഫലസ്തീൻകാർ തന്നെ ഭരിക്കണം, അതല്ലാതെ തങ്ങളെ നശിപ്പിച്ച തങ്ങളുടെ അടുത്ത സുഹൃത്തായ ഇറാഖിനെ തകർത്ത ടോണി ബ്ലെയറിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ്. ചുരുക്കത്തിൽ ഇപ്പോൾ ഹമാസ് വീണ്ടും ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്കാണോ പോകുന്നത് എന്ന സംശയം ന്യായമായി ഉയർത്തുന്ന രീതിയിലാണ് അവർ ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കും തങ്ങൾ ആയുധം താഴേക്ക് തയ്യാറല്ല എന്ന് അവരുടെ ഈ പ്രധാനപ്പെട്ട പോൾ ബ്യൂറോ അംഗം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലാകട്ടെ അങ്ങനെയാണ് അവരുടെ നിലപാടെങ്കിൽ ഇനി കർശനമായ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങാനായിരിക്കും തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇവർ കരാർ പാലിച്ചിട്ടില്ലെങ്കിൽ നടപടി കർശനമാകും എന്ന താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഈ ഗാസയിൽ ഹമാസിൻ്റെ നിലപാടുകളും ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സമ്മതിച്ച് മധ്യസ്ഥന്മാർ വഴിയാണ് സമാധാന ചർച്ചകൾ പൂർത്തിയായത് എങ്കിൽ പോലും ഇപ്പോൾ മധ്യസ്ഥന്മാരെയും കാണുന്നില്ല. ഹമാസ് ആകട്ടെ വീണ്ടും അവരുടെ പഴയ തനിനിറം പുറത്തു കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ പ്രകോപനകരമായി മാറിയിരിക്കുന്നത്.